ദൈവത്തിനു സ്തോത്രം. ക്രിസ്തുവിൽ ഏവർക്കും ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങൾ. അതുകൊണ്ടും തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നത് എന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഇവിടെ ആത്മാവിന്റെ ആ പ്രാർത്ഥന ഓരോ വിശുദ്ധന്മാർക്ക് വേണ്ടിയും ഉള്ള പക്ഷവാദം ചെയ്തുകൊണ്ടുള്ള പരിശുദ്ധാത്മാവിന്റെ ആ അനുഭവമാണല്ലോ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അല്പം വേദനയോടുകൂടെ ആണ് ഈ ദൂത കൈമാറ്റം ചെയ്യുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെക്കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എപ്രകാരമെന്ന് അല്പമായി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അല്പം കൂടി വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ഈ ദൂത് പറയുവാൻ കഴിയുന്നുള്ളൂ. കാരണം ഇന്ന് നാം ചിന്തിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ വീണ്ടും യുദ്ധത്തിൻ്റെ വലിയ ഭീകര അനുഭവം ആരംഭിച്ചിരിക്കുകയാണല്ലോ. അമേരിക്കയും ഇസ്രയേലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട്, ഇറാൻ മറുഭാഗത്ത് നിന്നുകൊണ്ട് വലിയ യുദ്ധത്തിന്റെ ഗഡുതി വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളില്, ബഹ്റിനില്, അതേപോലെ കുവൈറ്റില്, ഖത്തറില്, മറ്റു പലയിടങ്ങളിലൊക്കെ ആയിട്ട് ധാരാളം മിസൈലുകൾ വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വീണ്ടും അനേക കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അനേകർക്ക് മരണം സംഭവിക്കുന്നു. അതേപോലെ പല കെട്ടിടങ്ങൾ തകർന്ന് വീണുകൊണ്ടിരിക്കുന്നു. ഇറാനിലും ഇവിടെ കൊട്ടാരം ഉൾപ്പെടെ തകർന്ന് അങ്ങനെ വലിയ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് നാം വീണ്ടും കാണുന്നത്. ലോകം എമ്പാടുമുള്ളതായ ഉപജീവനത്തിന് വേണ്ടി കടന്നുപോയിട്ടുള്ള ജനം വല്ലാതെ നിലവിളിച്ചുകൊണ്ട് പരക്കം പായുന്നു. എയർപോർട്ടുകൾ വീണ്ടും അടയപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ 2-ൽ പരം വർഷമായിട്ട് ഇസ്രയേലും പാലസ്തീനും തമ്മിൽ നടന്ന ആ ഭീകര യുദ്ധത്തിന്റെ ആ കറുത്ത രാത്രികൾ നമുക്ക് ഓർക്കുവാൻ പോലും കഴിയുന്നില്ല. ഒരിക്കലും യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. സമാധാനത്തിന്റെ പ്രഭുവായ ആ സമാധാന പ്രഭുവിനെ വേണ്ടതുപോലെ ഏറ്റെടുക്കുവാൻ ഇന്ന് ലോകത്തിന് കഴിയാതെ അവർ പരസ്പരം പോർ വിളിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ അതിന്റെ 23-24 വാക്യങ്ങൾ. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആര് കൂടുതൽ ശത്രുത ചെയ്തെന്നോ, ആര് കൂടുതൽ വൈരാഗ്യമായിട്ട് പ്രവർത്തിച്ചു എന്നോ അല്ല ഇവിടുത്തെ വിഷയം. പ്രതിയോഗിയോട് നിരക്കുവാൻ, അല്ലെങ്കിൽ ആര് കൂടുതൽ ദുഷ്ടത പ്രവർത്തിച്ചു അവനെ ആ ദുഷ്ടതയുടെ നാണയത്തിൽ തന്നെ തിരിച്ച് അടിച്ച് ഒതുക്കും, അല്ലെങ്കിൽ അതിനപ്പുറമായിട്ട് അവനെ തിരിച്ചടിക്കും എന്നുള്ള വൈരാഗ്യ മനോഭാവമല്ല ഏവർക്കും ഉണ്ടാകേണ്ടത്.
അത് രാജ്യങ്ങൾക്കായിരുന്നാലും വ്യക്തികൾക്കായിരുന്നാലും ഇവിടെ ക്രിസ്തു പറഞ്ഞ ആ സമാധാനത്തിന്റെ മാർഗമാണ് ഓരോരുത്തരും ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ ഇപ്രകാരമുള്ള യുദ്ധക്കെടുതികൾ അത് ഇല്ലാതായിത്തീരും. ഇത് ആരെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് അല്പം പ്രയാസമെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് തോന്നുമ്പോൾ, മറ്റ് ചെറിയ രാജ്യങ്ങളെ അടിച്ച് ഒതുക്കുവാൻ വലിയ രാജ്യങ്ങൾ തത്രപ്പാട് കാണിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ ഇറാൻ അവർ ആയുധ ശേഖരണം നടത്തുന്നു. അത് അമേരിക്കയ്ക്ക് പിടിക്കുന്നില്ല, അതേപോലെ ഇസ്രയേലിന് പിടിക്കുന്നില്ല. എന്നാൽ ഈ പറയപ്പെടുന്ന രാജ്യങ്ങൾ അവർക്ക് എന്തുമാകാം, അവർ വാരിക്കൂട്ടുന്നു. അപ്പോൾ ക്രിസ്തു പഠിപ്പിച്ച മാർഗം ഇതല്ല. നിന്റെ ശത്രുവിനെ, അല്ലെങ്കിൽ അവൻ കൂടുതൽ ശത്രുത ചെയ്യുമ്പോൾ നീ അപ്പുറമായ ഒരു ശത്രുത കൊണ്ട് അവനെ ഒതുക്കുക, തകർക്കുക എന്നുള്ളതല്ല. പ്രിയമുള്ളവരെ, വീണ്ടും വലിയ യുദ്ധക്കെടുതി നാം കാണുകയാണ്. ഇവിടെ നമുക്കുള്ളതായ കടമ നേരത്തെ പറഞ്ഞതുപോലെ ആത്മാവിൽ പ്രാർത്ഥിക്കുക, സമാധാനത്തിനായി പ്രാർത്ഥിക്കുക. രാജ്യങ്ങളുടെ സമാധാനത്തിനായി, വ്യക്തികളുടെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പാൻ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിപ്പാനാണ് ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലോകസമാധാനത്തിനായി വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം മുൻപാകെ മുട്ടുകുത്താം. അവിടുന്ന് നമ്മെ അതിനായി ഒരുക്കുമാറാകട്ടെ. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നേ. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നേ. രാജ്യം രാജ്യങ്ങളോട് എതിർത്തു തുടങ്ങിയല്ലോ, ഒരുങ്ങിയിടാം. രാജ്യം രാജ്യങ്ങളോട് എതിർത്തു തുടങ്ങിയല്ലോ, ഒരുങ്ങിയിടാം. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ണുനീർ താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ണുനീർ താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയില്ല മനുഷ്യർക്ക്, ഒരുങ്ങിയിടാം. ഒരു സ്വസ്ഥതയില്ല മനുഷ്യർക്ക്, ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസം